മണ്ഡലപൂജയ്ക്ക് 2 ദിവസം ബാക്കി നിൽക്കെ ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. 1,04,216 ഭക്തർ ഇന്നലെ ദർശനം നടത്തി. തങ്കയങ്കി ഘോഷയാത്ര നാളെ വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് സന്നിധാനത്ത് എത്തും. ഘോഷയാത്ര എത്തുന്നതിനോടനുബന്ധിച്ച് നാളെ ഭക്തരെ കയറ്റിവിടുന്നതിലടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന ഭക്തജന തിരക്കാണ്. ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തരാൽ തിങ്ങി നിറഞ്ഞു. മരക്കൂട്ടം മുതൽ ക്യൂ ഉണ്ട്. മരക്കൂട്ടം മുതൽ ക്യൂ ക്രമീകരിച്ച് ബാച്ചുകളായി തിരിച്ചുകൊണ്ട് ഭക്തരെ മുന്നോട്ട് നീക്കുന്നു. തിരക്ക് കൂടുതലുള്ള മണിക്കൂറുകളായതിനാൽ മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെ അല്പം കൂടുതൽ സമയം ഭക്തർക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം. പിന്നീട് ഫ്ലൈ ഓവർ വളരെ സാവധാനമാണ് ക്യൂ മുന്നോട്ട് നീങ്ങുന്നത്. നാളെ മണ്ഡല പൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തും. മണ്ഡല പൂജയ്ക്കുള്ള തയ്യാറെടുപ്പിലേക്ക് കടക്കുകയാണ് സന്നിധാനം. നാളെ വൈകിട്ട് 6:30 ദീപാരാധനയ്ക്ക് മുൻപായിട്ട് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തും. അതിനോടനുബന്ധിച്ച് ക്രമീകരണങ്ങൾ, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ രാവിലെ 11 മണിയോടുകൂടി ഘോഷയാത്ര നിലയ്ക്കൽ എത്തും. ഉച്ചയ്ക്ക് 1:30 പമ്പയിലെത്തും. വൈകിട്ട് 5:30 ശരംകുത്തിയിലെത്തും. 6:30 ദീപാരാധനയ്ക്ക് മുൻപായി സന്നിധാനത്തെത്തും. തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തുമായി എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഭക്തരെ കടത്തിവിടുന്നതിൽ നാളെ നിയന്ത്രണമുണ്ട്. രാവിലെ 9 മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുകയില്ല. 10 മണിക്ക് ശേഷം പമ്പയിൽ നിന്നും ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുകയില്ല. പിന്നീട് വൈകിട്ട് 5:30 ഘോഷയാത്ര ശരംകുത്തിയിലെത്തിയതിനു ശേഷമായിരിക്കും പമ്പയിൽ നിന്നും ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. ഈ രീതിയിലാണ് നാളെ ഭക്തരുടെ നീക്കം സംബന്ധിച്ചുള്ള, ഭക്തരെ കടത്തിവിടുന്നതുമായി സംബന്ധിച്ചുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ നാളെയും നാളെ കഴിഞ്ഞും വെർച്വൽ ക്യൂ ബുക്കിങ്ങിലും സ്പോട്ട് ബുക്കിങ്ങിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡിസംബർ 26, 27 നാളെയും നാളെ കഴിഞ്ഞും സ്പോട്ട് ബുക്കിംഗ് 2000 പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. വെർച്വൽ ക്യൂ ബുക്കിംഗ് നാളെ 30,000-ഉം 27-ാം തീയതി 35,000-ഉമായിട്ടാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ഈ രീതിയിലാണ് ഭക്തരുടെ ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്, നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വലിയ തിരക്കിൻ്റെ മണിക്കൂറുകളാണ്. ഇനിയുള്ള മണിക്കൂറുകളിലും തിരക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദർശനം കഴിഞ്ഞ് സന്നിധാനത്തെ വിവിധ ഭാഗങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന ഭക്തരുടെ വലിയ തിരക്കുണ്ട്. പമ്പയിലേക്ക് ദർശനം കഴിഞ്ഞവർ മടങ്ങണം എന്നുള്ള അനൗൺസ്മെൻറ്റ്, അറിയിപ്പുകളും സന്നിധാനത്ത് മുഴങ്ങുന്നുണ്ട്. ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെയും ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവരുടെയും എല്ലാം വലിയ തിരക്കിൻ്റെ മണിക്കൂറുകൾ സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. മണ്ഡല പൂജയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളോടുകൂടി സന്നിധാനം ഒരുങ്ങുകയാണ്. ആ വിശിഷ്ട മുഹൂർത്തത്തിന് വേണ്ടി, നിമിഷങ്ങൾക്ക് വേണ്ടി അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തിയുള്ള ആ നിമിഷം, ദീപാരാധന തൊഴുക എന്നുള്ളത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യകരമായിട്ടുള്ള നിമിഷമാണ്. ആ കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകളാണ് ഇനിയുള്ളത്. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും മണ്ഡല പൂജയും ആ ദിവ്യ നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ള, പുണ്യ നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലേക്ക് ഒരുങ്ങുകയാണ് ശബരിമല സന്നിധാനം. ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളി.